ഇത് ഞങ്ങൾ മൺട്രോത്തുരുത്തി ഹോം സ്റ്റേയിൽ താമസിക്കാൻ പോയപ്പോഴെടുത്ത വീഡിയോ ആണ്. ഇത് നമ്മുടെ റൂമിലോട്ട് ആദ്യമേ ഞങ്ങൾ റൂമിലോട്ടാണ് പോകുന്നത്. റൂമിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ 3 ഫാമിലീസാണ് പോയിട്ടുള്ളത്. 2 ഫാമിലിയുടെ റൂമാണ് ഈ കാണുന്നത്. ഡോറ് തുറന്ന് ചെല്ലുമ്പോഴേക്കും ഒരു റൂമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, TV ഉണ്ട്, പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു ടേബിളുണ്ട്. ഇതാണ് ഞങ്ങളുടെ ബെഡ്. പിന്നെ ഒരു കണ്ണാടിയും വെച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ റൂമിൻ്റെ പുറം കാഴ്ചയാണ്. മുറ്റം എന്നൊക്കെ പറയത്തില്ലേ, മുറ്റം. അതിന് അവിടെ ഇങ്ങനെ മതിൽ പോലെ വള്ളിച്ചെടികൾ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കുക. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല മതിൽ പോലെ കിടക്കും. ഇത് നമ്മുടെ റൂമിൽ ചെന്ന് സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കുന്ന വഴിയാണിത്. അവിടെ ഇങ്ങനെ മീൻ വളർത്തിയിട്ടിട്ടുണ്ട്. അന്നേരം ഒരു പുഴ പോലിങ്ങനെ കെട്ടിയിട്ടേക്കും മീൻ വളർത്താൻ. അന്നേരം ഈ പലകയിൽ കൂടെ വേണം നമുക്ക് റൂമിൻ്റെ അങ്ങോട്ടും ഫുഡ് കഴിക്കുന്ന ഇങ്ങോട്ടും വരാൻ. ഈ ടേബിളാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം, ടേബിളിൻ്റെ അവിടെ. ഇത് ഞങ്ങൾ മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കരിമീൻ വളർത്തിയിട്ടേക്കും ഇവിടെ ഇങ്ങനെ. അന്നേരം നമ്മൾ പറയുമ്പോൾ ലൈവായിട്ട് ഫിഷ് പിടിച്ച് വന്ന് അത് പൊള്ളിച്ച് തരും. ഒരു കരിമീൻ പിടിക്കുവാണ് അവർ പൊള്ളിച്ച് തരാൻ. അവിടെ തന്നെ അവർ വളർത്തുന്നതാണ്. ഇതവിടുത്തെ ഓണറും കൂടെ സഹായിക്കാൻ ഒരാളോടുണ്ട്. അവർ രണ്ടുകൂടാണ് കരിമീൻ പിടിക്കുന്നത്. തലേന്ന് കുറേ ഹോം സ്റ്റേക്കാർ വന്ന് മീൻ പിടിച്ച് അങ്ങനെ കുറവായിരുന്നു. കുറേ നേരം അവർ പരിശ്രമിച്ചാണ് മീൻ കിട്ടിയത്. കുറേ നേരം പരിശ്രമിച്ചിട്ടാണ് കിട്ടിയത്. ഞങ്ങളപ്പോഴത്തേന് അവർ മീൻ പിടിക്കാൻ പോയ സമയം ഞങ്ങൾ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. മക്കളും ഒരു 3 ഫാമിലീസല്ലേ, അന്നേരം പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാൻ പോയി. അപ്പോഴത്തേനും ഒരു മീനൊക്കെ പൊള്ളിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇത് മീൻ പിടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളെല്ലാം മീൻ പിടിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. പിള്ളേരെല്ലാം കൂടെ മീൻ പിടിക്കുന്നത് കാണുവാണത്. രാത്രി എൻ്റെ ടോർച്ചൊക്കെ അടിച്ചെടുത്ത് അവർ മീൻ പിടിച്ചത്. ഞങ്ങൾ ഗ്രാൻഡ് പ്ലാസ എന്നുള്ള ഹോം സ്റ്റേയിലാണ് താമസിച്ചത്. നല്ല സ്ഥലമാണ്. അവിടെ കുറേ ഹോം സ്റ്റേകളുണ്ട്. ഇതാണ് ഞങ്ങൾ മീൻ പിടിച്ചത്. ഇതാണ് അവർ തന്ന മീൻ. ഇത്രയും മീനാണ് പിടിച്ച് തന്നത് കേട്ടോ. ഇത് രാവിലത്തെ കാഴ്ചയാണ്. രാവിലെ ആ വള്ളിച്ചെടി പോലെ
മതിൽ പോലെ കെട്ടിയിട്ടേക്കെന്ന് പറഞ്ഞില്ലേ, ഇതിൻ്റെ പകലാണിത്. പിറ്റേന്ന് ദിവസം ഞങ്ങൾ തലേന്ന് രാത്രിയിലാണ് ചെന്ന് ഫുഡും കഴിച്ചു. രാത്രി ഒന്ന് കറങ്ങാൻ പോയി. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടല്ലോ, ബോട്ടിങ് നടത്തുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയി രാത്രി ഒന്ന് കറങ്ങിയിട്ട് പോന്നു. ഇത് പിറ്റേന്ന് രാവിലെയാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടോ, റൂമിൻ്റെ പുറം കാഴ്ചകളാണ്. രാവിലത്തെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബോട്ടിങ്ങിന് പോയി. അവർ തന്നെ ബോട്ടിങ്ങിന് ഏർപ്പാടാക്കി തരും, ഹോം സ്റ്റേക്കാർ തന്നെ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. ഇത് ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തോട്ട് ചെല്ലുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ആ ബോട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ബോട്ടിൽ കയറി ഇനി ബോട്ടിങ്ങാണ്. ഞങ്ങൾ വണ്ടി കൊണ്ടിട്ടിട്ട് ഇനി ബോട്ടിങ്ങിന് പോവാണ്. മൺട്രോത്തുരുത്തി പോയിട്ടുള്ളവർക്കറിയാമല്ലോ, എല്ലാം കണ്ടൽക്കാടിൻ്റെ വഴികളിൽ കൂടാണല്ലോ നമ്മൾ പോകുന്നത്. ഞങ്ങൾ രാവിലെ പോയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല തിരകളും ഉണ്ടായിരുന്നു. കാറ്റടിക്കുന്നതിനനുസരിച്ച് നല്ല ആടി ഉലയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ബോട്ട്. ഇതറിയാമല്ലോ, കണ്ടൽക്കാടുകളാണ് മൊത്തം. നല്ല തിരമാലകൾ ഇളകുന്നത് കണ്ടോ, നല്ല കാറ്റുണ്ടായിരുന്നുണ്ട്, നല്ല തിരമാലകളുണ്ടായിരുന്നു. പിന്നെ ഇത് സൈഡിൽ, ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ്. സൈഡിൽ കുറേ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈ.